ഒരു 2-3 ദിവസം മുന്നേ വയനാട് വരുമെന്ന് പോയിനേനുവേ. ഇനി നിങ്ങൾ വയനാടേക്കൊക്കെ വരുവാണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതും ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാൻ പറ്റിയ കിടിലൻ റിസോർട്ട്സ് ആണ് നോക്കുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട മക്കളെ, നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയേ. നല്ല മഴയും തണുപ്പെല്ലാം ഉള്ള സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ മൊത്തത്തിലൊരു പച്ചപ്പുമാണ്, കിടിലൻ ഒരു ആംബിയൻസ് ആണ്. ഇനിയിപ്പോ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു കിഡ്സ് പാർക്കും ഉണ്ട്. അതേപോലെ തന്നെ പുറത്തങ്ങനെ മഴയെല്ലാം പെയ്യുമ്പോൾ പൂളിലേക്കൊക്കെ ഇറങ്ങിയാലില്ലേ സംഭവം വേറെ വൈബാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രൈവസിയാണ് വേണ്ടതെങ്കിൽ മറ്റുള്ള പ്രോപ്പർട്ടീസിൽ നിന്നൊക്കെ കുറച്ചിങ്ങോട്ട് മാറിയിട്ട് ഇതേപോലെയുള്ള 2 ബെഡ്റൂം വില്ലയുണ്ട്. ഞാനിവിടെയാണ് താമസിച്ചത്. നിങ്ങൾ ഇവിടുത്തെ റൂംസ് ഒക്കെ കണ്ടാൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടി ആണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ മറന്നു പോവേ. എന്തിനാ ഇങ്ങനെ തള്ളുന്ന, അതിനും മാത്രം ഭയങ്കരാണോ എന്ന് ചോദിക്കുന്നവരോട് സംഭവം ആ ഒരു കൊടുക്കുന്ന പ്രൈസിന് എന്തായാലും ഇവിടുത്തെ സർവീസും ആ ഒരു ആംബിയൻസും ഒക്കെ വേർത്താണ്. മേക്ക് മൈ ട്രിപ്പിലൂടെ ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 1500-1600 റേഞ്ചിലൊക്കെ റൂംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഏകദേശം ഒരു 18ഓളം റൂംസും ഇവിടെ അവൈലബിൾ ആണ്. ലൊക്കേഷൻ വരുന്നത് നമ്മളെ വയനാട് അമ്പലവയലില് കാപ്പിത്തോട്ടങ്ങളുടെ ഒക്കെ നടുവിലായിട്ടുള്ള ഈ ഒരു വോയെ ഹോംസിന്റെ ഉഷശ്രീ റിസോർട്ടാണ്. എന്നാ പിന്നെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടാ.